ഈ രഞ്ജിത്ത് അടക്കമുള്ള ആൾക്കാർ നമ്മളോട് പ്രതികരിച്ചതനുസരിച്ച് രഞ്ജിത്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ രഞ്ജിത്ത് അടക്കമുള്ള ആൾക്കാർ നമ്മളോട് പ്രതികരിച്ചതനുസരിച്ച് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്നത് പോട്ടെ, ഈ ഷാഫ്റ്റ് ഉപയോഗിച്ചുള്ള തിരച്ചിൽ പോലെയുള്ള സംവിധാനങ്ങളാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക. കാരണം ഈ റഡാർ ഇന്നലെ വിദഗ്ധർ സംസാരിക്കുന്ന നമ്മൾ കേട്ടതാണ്, ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പരിമിതികളുണ്ട്. കാരണം ചെളി മൂടിക്കിടക്കുന്ന സ്ഥലമാണ്, ചെളിയാണ്, അതിൽ കൂടെ സിഗ്നൽ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പരിമിതികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തിരച്ചിലിന് ഇന്നെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവർ വ്യക്തമാക്കുന്നുണ്ടോ? സൈന്യം ഏത് തരത്തിലുള്ള തിരച്ചിലാണ് നടത്തുക എന്നുള്ളതിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല. കാരണം സൈന്യത്തിൻ്റെ ഏതൊക്കെ അംഗങ്ങളാണ് വരുന്നത്, അത്യാധുനിക സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പ്രയോജനപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രയോജനകരമാകാൻ പോകുന്നത് ISROയുമായി ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ്. കാരണം കൃത്യമായി ലോറി എവിടെയാണ്, GPS സംവിധാനങ്ങളുണ്ട്, ആ ലോറി അവസാനത്തെ സിഗ്നൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താനാകും. ചെറിയൊരു മാറ്റങ്ങൾ മാത്രമാണ്, അതായത് മഴക്കാലത്ത് 10-15 മീറ്റർ മാത്രമുള്ള വ്യത്യാസത്തിലായിരിക്കും സിഗ്നലുകൾ കാണിക്കുക എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമല്ലെങ്കിൽ പോലും, അതായത് ആക്യുറേറ്റ് ആയതല്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരു സ്ഥലം കണ്ടെത്താനാകും. അതുതന്നെയാണ് ഇന്നലെ കൃത്യമായി സിഗ്നൽ, അതായത് റഡാർ പരിശോധനയിൽ ഒരു സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ആ മേഖലയിൽ തന്നെയാണ് ഇന്നലെയും പരിശോധന ആരംഭിച്ചത്, ഇന്നും പരിശോധന തുടരുന്നതും ആ മേഖലയിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള സിഗ്നലുകൾ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ സൈന്യം എത്തുന്നതും കൂടുതൽ ഈ പരിശോധനയ്ക്കും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനും കൂടുതൽ കരുത്തേകുന്നതായിരിക്കും. തീർച്ചയായും ഇന്നലെ വരെ നടന്നതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇന്നുണ്ടാവും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷേ രാവിലെ 6:30യോടെ അല്പം മഴ മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ മഴ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കാൻ ഒരു 6:30യോടെ തന്നെ രക്ഷാപ്രവർത്തനം, 6:30യോടെ 7 മണിയോടെയോ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനാവും. അങ്ങനെ ആ മേഖലയിൽ മാത്രം, അതായത് ഇന്നലെ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കൃത്യമായി മണ്ണ് നീക്കം ചെയ്ത് അവിടെ പരിശോധന നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ 10 മണിയോടെയോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലോ ശുഭകരമായ ഒരു വാർത്ത തന്നെ നമ്മളെ തേടി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ സിഗ്നൽ, ലോറിയുടെ സിഗ്നൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ സേഫ്റ്റി ട്യൂബ് ഉപയോഗിച്ച്, അതായത് മറ്റ് സ്ഥലങ്ങളിൽ ടണൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, മണ്ണിനുള്ളിലൂടെ ടണൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്ന സേഫ്റ്റി ട്യൂബ് ഉപയോഗിച്ച് ഈ വാഹനത്തിന് മുകളിലേക്ക് എത്തുകയും വാഹനത്തിൻ്റെ ക്യാബിൻ ടോപ്പ് പൊളിച്ചതിന് ശേഷം അർജുനെ പുറത്തേക്ക് എത്തിക്കാനാവും എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകരും രഞ്ജിത്തും ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാവും കടക്കുക. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന 2 നീക്കങ്ങൾ, ഒന്ന് സൈന്യം എത്തുന്നു, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എത്തുന്നു അല്ലെങ്കിൽ പരിശോധിക്കുന്നു എന്നുള്ളതും ശുഭകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയോടെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണകരമായ അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി കാലാവസ്ഥയാണ്. കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം മണ്ണിടിയുന്നുണ്ടായിരുന്നു. ഇന്നലെ 10 മണി വരെ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടും മണ്ണിടിച്ചിൽ തന്നെയാണ് വില്ലനായത്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ശുഭകരമാണ്.